നമസ്കാരം. ജ്യോതിഷത്തിൽ താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ബുധൻ തൻ്റെ നീചരാശിയായ മീനം രാശിയിലേക്ക് കടക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ ആ ബുധൻ്റെ സ്ഥാനമാറ്റം കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 27-നാണ് ബുധൻ മീനം രാശിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ മീനരാശിയിൽ രാഹു ഉണ്ട്, ശുക്രനുണ്ട്. ഇപ്പോഴ് ഏതാനും ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ സൂര്യനും കൂടി അങ്ങോട്ട് എത്തും. അപ്പം നമുക്കിനി ചുരുക്കത്തിൽ ഓരോരോ നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് പോകാം. ആദ്യം മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ പാദം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരുടെ ഫലമാണ്. അവരെ സംബന്ധിച്ച് 8-ലാണ് ബുധൻ സഞ്ചരിക്കാൻ പോകുന്നത്. അതായത് ചിങ്ങക്കൂറിൻ്റെ 8-ാം ഭാവത്തിലാണ് ബുധൻ മീനത്തിലേക്ക് എത്തുമ്പോൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഈ ബുധൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെയും കഴിവിൻ്റെയും ഗണിത ശാസ്ത്രത്തിൻ്റെയൊക്കെ കാരകനാണല്ലോ. ഈ ബുധൻ നീചരാശിയിലേക്ക് പോകുമ്പം ആ വിധത്തിലുള്ള നമ്മുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി, നമുക്ക് കണക്ക് കൂട്ടാനുള്ള കാര്യങ്ങൾ കണക്ക് കൂട്ടി ചെയ്യാനുള്ള കഴിവ്, ചില കൗശല ബുദ്ധികൾ, ഇതൊക്കെയാണ് നമുക്ക് കുറവ് വരുന്നത്. അപ്പോൾ ഗുണഫലങ്ങളോടൊപ്പം ചില വിപരീത അനുഭവങ്ങളും ഈ സമയത്ത് ഉണ്ടാകും. രാഹു, ശുക്രൻ എന്നിവയുമായിട്ട് ചേർന്നാണ് ആദ്യം ബുധൻ സ്ഥിതി ചെയ്യാൻ പോകുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? മാർച്ച് അവസാനമാകുമ്പോഴത്തേക്ക് ശനി മീനം രാശിയിലേക്ക് കടക്കും, സൂര്യനും മീനം രാശിയിലേക്ക് എത്തും. അപ്പം രാഹു, ശുക്രൻ, ആദിത്യൻ, ശനി, ഈ 4 ഗ്രഹങ്ങളുമായിട്ട് ബുധൻ ഇതിനിടയ്ക്ക് യോഗം വരുന്നുണ്ട്. പല തരത്തിലുള്ള കയറ്റിറക്കങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. പിന്നെ പല കാര്യങ്ങളും നേടാനായിട്ട് വലിയ പരിശ്രമം ആവശ്യമായിട്ട് വരും. എന്നാൽ ചില സമയത്ത് ഈ കോമ്പിനേഷൻസ്, ഇതിനിടയിൽ ഈ ബുധാദിത്യ യോഗവും ശുക്രാദിത്യ യോഗവും ബുധശുക്ര യോഗവും വരുന്നത് കൊണ്ട് വളരെ മോശമെന്ന് പറഞ്ഞുകൂടാ. ചില കാര്യങ്ങളിൽ, അതായത് ഇപ്പം ഒരു വിവാഹം, നമുക്കിഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ഒരുപക്ഷെ നമ്മളുമായിട്ട് ഇഷ്ടം കൂടാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് ഉണ്ട്. തിരിച്ച് പെൺകുട്ടികൾക്കും ഇഷ്ടപ്പെട്ട ഒരാളിനെ തൻ്റെ അടുത്തേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ താനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനായിട്ടുള്ള ഒരു കാര്യം ഉണ്ട്. എന്നാൽ ധനപരമായ കാര്യങ്ങൾക്കും ഒന്നും അത്ര ഗുണകരമല്ല എന്നും പറയേണ്ടതുണ്ട്. കാരണം ധനം വന്നാലും അത് പല പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു പോകും. സമയബന്ധിതമായിട്ട് ചുമതലകൾ നിർവഹിക്കാനായിട്ട് സാധിക്കും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിലുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. സംസാരത്തിൽ വളരെ ആളുകളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംസാരം മാറ്റാനായിട്ട് സാധിക്കും. കടബാധ്യതകൾ കുറേയെങ്കിലും പരിഹരിക്കാൻ ഈ സമയത്ത് സാധിക്കും. മെയ് 7 വരെയാണ് ഈ ബുധൻ അഷ്ടമത്തിലേക്ക് പോകുന്നത്, നീചത്തിൽ പോകുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇതിനിടയ്ക്കുണ്ടാകുന്ന ഈ ഗ്രഹയോഗങ്ങൾ ചില ധനഭാഗ്യ യോഗങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നീചത്തിൽ നിൽക്കുന്ന ബുധനായതുകൊണ്ട് ഈ കണക്കൂട്ടൽ എപ്പോഴും ശരിയാകണമെന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഈ സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടും രാശിയുടെ പ്രത്യേകതയും, വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണ് മീനം, അതുകൊണ്ട് തന്നെ അധികാരികളുടെ പ്രീതി, അതുകൊണ്ട് തന്നെ ചില ശമ്പള വർധനവ് ഒക്കെ ഇതിനിടയ്ക്ക് കിട്ടുകയും ചെയ്യാം. വാഹനത്തെ സംബന്ധിച്ച് ഗുണകരമായ അനുഭവങ്ങളുണ്ടാകും. വാഹനങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാകും. അത് 2 തരത്തിൽ നമുക്ക് പറയാം. ഒന്ന്, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാനൊക്കെ സാധിക്കും. അവിടെയും ധനപരമായ ചിലവ് വർദ്ധിക്കും. മറ്റൊന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ട്രാവൽ ഏജൻസിയൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ അവരുടെ വാഹനത്തിന് നന്നായിട്ട് ഓട്ടം ലഭിക്കും, നന്നായിട്ട് ഓർഡർ കിട്ടും പല സ്ഥലങ്ങളിൽ പോകാനായിട്ട്. അതുവഴി ധനം കിട്ടും. പക്ഷേ ഈ ധനം കിട്ടിയാലും എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്, മിക്കവാറും ഈ കിട്ടുന്ന ധനം കൊണ്ട് കടമൊക്കെ അടച്ചു തീർക്കാൻ സാധിക്കും. നമുക്കൊരു ഉല്ലാസയാത്ര പോകാനോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ ഒന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. അതുപോലെ തന്നെ ഈ ബിസിനസ് പാർട്ട്ണർമാരിൽ നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത ചില പെരുമാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ട്. പിന്നെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഈ സമയത്ത് സാധിക്കുന്നതാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിക്കവാറും ദഹന പ്രശ്നമായിട്ട് ഭക്ഷണം പല രീതിയിലുള്ളത് കിട്ടും, നല്ല ഭക്ഷണങ്ങളൊക്കെ കിട്ടും. ഇത് ഓവറായിട്ട് കഴിച്ച് പലർക്കും അസുഖങ്ങൾ വരുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കൊഴുപ്പ് ചേർന്ന ഭക്ഷണം, അതുപോലെ ഈ റെഡ് മീറ്റ് ഉള്ള ഭക്ഷണം, അതൊക്കെ കഴിക്കുന്നത്
ആരോഗ്യം കൂടെ കരുതി വേണം. നമുക്ക് കുറേ ഫങ്ഷൻസിൽ പങ്കെടുക്കാനുള്ള യോഗമുണ്ട് ഈ ഒരു സമയത്ത്. പക്ഷേ ഈ രാഹുവുമായിട്ടുള്ള ബന്ധം, പിന്നെ സൂര്യൻ, രാഹു, ശനി ഇതൊക്കെ ആയിട്ട് ബുധൻ ചേർന്ന് വരുന്നത് കൊണ്ടും നമ്മൾ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട വാതരോഗങ്ങൾ ഒക്കെ ഈ സമയത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ സ്കിൻ കാര്യങ്ങൾ സൂക്ഷിക്കണം, ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കണം. രാഹു അതിൻ്റെ ഒരു കാരകനാണ്. അടുത്തത് കന്നിക്കൂറ്, ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന കന്നിക്കൂറിൽപ്പെട്ട ആളുകളുടെ ഫലങ്ങളാണ്. അവരെ സംബന്ധിച്ച് 7-ലാണ് ബുധന് സഞ്ചരിക്കുന്നത്. നീച രാശിയിൽ 7-ൽ സഞ്ചരിക്കുന്നു. ഈ കന്നിക്കൂറിൻ്റെ അധിപൻ കൂടിയാണ് ബുധൻ. അപ്പോഴേ ഈ രാശിനാഥൻ നീചത്തിലായതുകൊണ്ട് തന്നെ ഈ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ബുധൻ്റെ നീചരാശിസ്ഥിതി ദോഷകരമായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഗുണമില്ലാതെയാണ് വരുന്നത്. ബുധൻ രാശിനാഥൻ ദുർബലനാകുമ്പോഴേ നമുക്ക് ശാരീരികമായിട്ടുള്ള ദൗർബല്യങ്ങൾ, മാനസികമായ പ്രയാസം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഷ്യവും സങ്കടമൊക്കെ മാറി മാറി വരും. ചില സമയത്ത് അല്പം ഒരു സന്തോഷം കിട്ടും, ഉടൻ തന്നെ ദുഃഖത്തിനുള്ളൊരു കാരണം വരും. ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു വൈകാരിക അവസ്ഥയായിരിക്കും ഈ സമയത്ത് അനുഭവപ്പെടുന്നത്. അതൊരു വല്ലാത്ത ബുദ്ധിമുട്ട് പിടിച്ചൊരു സാഹചര്യമാണ്. എന്നാൽ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട്, പിന്നെ സൂര്യൻ്റെ സ്ഥിതി വരുന്നു, ഈ പറഞ്ഞ പോലെ തന്നെ ബുധാദിത്യ യോഗവും ശുക്രാദിത്യ യോഗവും ഒക്കെ വരുന്നത് കൊണ്ട് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷേ എപ്പോഴും ഈ മൂഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും വഞ്ചന ഉണ്ടാകാം, അടുത്ത് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്നൊക്കെ വഞ്ചനയോ അല്ലെങ്കിൽ പ്രതികാരമോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. വ്യാപാരത്തിൽ കാര്യമായ ലാഭം ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ഈ സമയം അനുയോജ്യമല്ല. യുവാക്കളെയൊക്കെ സംബന്ധിച്ച് അവരുടെ പ്രണയബന്ധങ്ങളൊക്കെ അല്പം തകരാറിലാകാൻ സാധ്യതയുള്ളൊരു കാലമാണ്. അന്യദേശ യാത്രകൾക്ക് യോഗമുണ്ട്, എങ്കിലും ഉദ്ദേശിച്ച സമയത്ത് യാത്ര നടത്താൻ പറ്റിയെന്ന് വരികയില്ല. പഠനത്തിൻ്റെ ഒരു അല്പം ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാം. ഈ സമയത്ത് കുട്ടികൾക്ക് ഇങ്ങനെയൊരു അലസത വന്നാൽ മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുകയും അവരെ കറക്റ്റ് ചെയ്യുകയും വേണം. പഠനവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഗ്രഹമാണ് ബുധൻ. ശുക്രനാണെങ്കിലോ ആഡംബരത്തിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പുറകെ പോകുന്ന ഒരു ഗ്രഹവുമാണ്. അപ്പോൾ ഈ ബുധന് നീചം വരിക എന്ന് പറഞ്ഞാൽ പഠനത്തിൽ ശ്രദ്ധ കുറയുകയും മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുകയും ചെയ്യും. കാരണം ശുക്രൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ശ്രദ്ധ വ്യതിചലിച്ച് പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അടുത്തത് ചിത്തിരയുടെ 2-ാം പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന തുലാക്കൂറുകാരുടെ ഫലമാണ്. അവരെ സംബന്ധിച്ച് 6-ലാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ഈ ശുഭഗ്രഹമാണ് ബുധൻ, പക്ഷേ നീചത്തിലാണ് ഇപ്പോൾ പോയി നിൽക്കുന്നത്. പാപഗ്രഹവുമായിട്ട് ചേർന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യമായ നേട്ടമോ കാര്യമായ നഷ്ടമോ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു സമയമാണ് മെയ് 7 വരെയുള്ള സമയം. ഇതെല്ലാം ബുധനെ കൊണ്ടാണെന്നും കൂടെ മനസ്സിലാക്കണം കേട്ടോ. മറ്റ് ഗ്രഹസ്ഥിതികൾ പലപ്പോഴും ഗുണങ്ങൾ നൽകാം, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് അല്പം ദോഷങ്ങൾ നൽകാം. എങ്കിൽ ബുധൻ്റെ നീചസ്ഥിതി മാത്രം കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ശത്രുക്കളുടെ എതിർപ്പൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. പക്ഷേ നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചുകൊണ്ട് ഈ ശത്രുക്കളുടെ എതിർപ്പിനെ അതിജീവിച്ച് അവരെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ശത്രുക്കളെയല്ല പരാജയപ്പെടുന്നത്, ശത്രുക്കളുടെ പ്രവൃത്തികളെ നമുക്ക് മറികടന്ന് പോകാനായിട്ട് സാധിക്കും. ഈ ശത്രുക്കൾ നമ്മൾ പറയുമ്പോൾ തന്നെ പലപ്പോഴും അടുപ്പമുള്ള ആൾക്കാരാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അത് ഇവർക്കും ബാധകമാണ്. അടുപ്പമുള്ള ആൾക്കാരിൽ നിന്നാണ് ശത്രുത ഉണ്ടാകുന്നത്. അടുപ്പമുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആളുകളിൽ നിന്ന്. പിന്നെ ചികിത്സയൊക്കെ നടത്തുന്നത് ഫലപ്രദമാകുന്നതാണ്. ചികിത്സകൾ ഫലിച്ചു തുടങ്ങും, അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ കണ്ട് ചികിത്സയൊന്ന് മാറ്റി ചെയ്യും. അപ്പോൾ അത് ഫലപ്രദമായിട്ട് അനുഭവപ്പെടും. പിന്നെ കടം വാങ്ങിക്കാൻ സാധ്യതയുള്ളൊരു കാലമാണ്. കടക്കണിയിലേക്ക് പോകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ചികിത്സാർത്ഥമായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിന് വേണ്ടിയായിരിക്കാം. പുതിയ ബിസിനസ്സിന് പറ്റിയ ഒരു സമയമല്ല എന്നുള്ളതും കൂടെ നോക്കണം. പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയില്ല. പക്ഷേ ഈ സമയത്ത് കാര്യമായ ആനുകൂല്യങ്ങളൊന്നും കൂടുതലായിട്ട് പ്രതീക്ഷിക്കാനില്ല. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അവർക്ക് പേപ്പറുകളൊക്കെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റൻഷൻ, മറ്റുള്ളവരൊരു ശ്രദ്ധ പിടിച്ചു പറ്റുന്ന
ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള സാധ്യത ഈ സമയത്ത് ഇല്ല. അതുപോലെ ഈ സ്ഥലങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, വാഹനങ്ങൾ ഒക്കെ കച്ചവടം ചെയ്യുമ്പം നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. രേഖകളും ഒക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വാങ്ങുന്ന ആളിൻ്റെ ഐഡൻറ്റിറ്റിയും നോക്കേണ്ടതുണ്ട്. ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മക്കൾക്ക് വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട്. ഊഹക്കച്ചവടത്തിൽ ഉദ്ദേശിക്കാത്ത ചില നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും ഒരല്പം നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ പൊതുവെ സമാധാനമായിരിക്കും. ഈ ബുദ്ധിമുട്ട് ഉണ്ടാകാനിടയുള്ളത്, ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാനിടയുള്ളത്, നമ്മളുമായിട്ട് അടുപ്പമുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ആൾക്കാരിൽ നിന്നുള്ള ഒഴിഞ്ഞു മാറൽ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവരെ സമീപിക്കുമ്പോഴത്തേക്കും അവരെന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് മാറുക. അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ഒരു പിണക്കം പോലെ, ഒരു ശത്രുത പോലെ, അതൊക്കെ നമുക്ക് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതാണ് പ്രധാനമായിട്ടും ഈ ബുധൻ്റെ നീച രാശിസ്ഥിതിയും മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള കോമ്പിനേഷനും കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ധനപരമായ ബുദ്ധിമുട്ടുകളാണ്. അടുത്തത് വിശാഖം അവസാന പാദവും അനിഴവും തൃക്കേട്ട നക്ഷത്രവും ചേർന്ന് വരുന്ന വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വൃശ്ചികക്കൂറിൻ്റെ 5-ാം ഭാവത്തിലാണ് ഈ ബുധൻ സഞ്ചരിക്കാൻ പോകുന്നത്. അതായത് മീനത്തിലേക്ക് വരുമ്പം വൃശ്ചികക്കൂറിൻ്റെ 5-ാം ഭാവത്തിലേക്ക് വരും. ഈ ബുധൻ നീചത്തിലാണ്. ബുധൻ നമുക്ക് ബുദ്ധിപരമായ കഴിവുകൾ നൽകും. ചിന്താ ശേഷി, ഏതൊരു സന്ദർഭത്തിലും ആലോചിച്ച് കാര്യങ്ങൾ പറയാനുള്ള കഴിവ്. അതുപോലെ തന്നെ പ്രസംഗിക്കുന്ന ആൾക്കാർ, സദസ്സിലൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ആശയങ്ങൾ ശ്രോതാക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. അധ്യാപകർക്കും വക്കീലന്മാർക്കും ഒക്കെ ഈ ബുധൻ്റെ നല്ല സ്ഥിതിയാണെങ്കിൽ അത് ഗുണകരമായിട്ടാണ് വരുന്നത്. നമുക്കറിയാമല്ലോ, ഗണിതത്തിൽ മാത്രമല്ല, വാക്കുകൾ ഉപയോഗിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും, അത് പ്രഭാഷകർ, വക്കീലന്മാർ, ന്യായാധിപന്മാർ, പ്രാസംഗികർ, പിന്നെ പ്രീസ്റ്റ്, പുരോഹിതന്മാർ, ഇവർക്കെല്ലാം ഈ ബുധൻ ഗുണമായിട്ട് നിന്നാൽ വളരെ ഗുണമാണ്. ദോഷമായിട്ട് നിന്നാൽ ഈ പറഞ്ഞ സംഗതികൾക്കെല്ലാം ദോഷവും വരും. പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല, അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആശയം അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കും. നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചാലല്ലേ എന്തെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും അത് സാധിക്കാതെ വരും ബുധൻ നീചത്തിൽ നിൽക്കുമ്പോൾ. ആശയപരമായ പൊരുത്തമില്ലായ്മ, അതുപോലെ തന്നെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, അധ്യാപകർക്കൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ മക്കളുമായിട്ട് പോലും ഈ ആശയപരമായ വൈരുദ്ധ്യം ഉടലെടുത്തേക്കാം. ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ടൊക്കെ ആശയപരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായേക്കാം. പൂർവിക സ്വത്തുക്കളെ ചൊല്ലി തർക്കമുണ്ടാകാം. അതുപോലെ തന്നെ നമ്മൾ ഈ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോഴേ നമ്മുടെ പല പ്രവൃത്തികളും മറ്റുള്ളവർ പരിഹാസത്തോടെ വീക്ഷിക്കുന്ന ഒരു ഇതായിട്ട് നമുക്ക് തോന്നാം, ഒരവസ്ഥയായിട്ട് നമുക്ക് തോന്നാം. അതുപോലെ പ്രസംഗിക്കുമ്പോഴും അതെ, നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ പറയുന്നൊന്നും അവരിൽ എത്തുന്നില്ല, അവർ നമ്മളെ പരിഹസിക്കുകയാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോവും. അവരുടെ ഒന്നുകിൽ നിഷ്ക്രിയമായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയില്ല. ഇതാണ് ഈ സമയത്ത് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാൻ ഇടയുള്ള അനുഭവം. പിന്നെ ജോലിയിലാണെങ്കിൽ ഇതുപോലെ തന്നെ, ജോലിയിൽ വ്യക്തമായ കാരണമുള്ളത് കൊണ്ടായിരിക്കും പലപ്പോഴും ജോലിയിൽ കാലതാമസം ഉണ്ടാകുന്നത്. പക്ഷേ മേലധികാരികൾക്ക് അനിഷ്ടമുണ്ടാകും. നമ്മൾ എന്തുകൊണ്ടാണ് കാലതാമസം ഉണ്ടായെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാലും അവർക്കത് പിടികിട്ടുകയില്ല. അങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വലിയൊരു പ്രശ്നമായിട്ട് ഈ സമയത്ത് അനുഭവപ്പെട്ടേക്കാം. പുതിയ ജോലിക്കുള്ള നിയമന ഉത്തരവ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ അകാരണമായിട്ട് നമുക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ വന്നേക്കാം. സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റാതെ വരാം. എന്നോർത്ത് ജോലി നഷ്ടപ്പെട്ടു പോകുന്നല്ല പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ജോലി കൃത്യം ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഒന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോഴാണ് ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഓടിപ്പാഞ്ഞു വന്ന് ജോയിൻ ചെയ്യേണ്ടി വരും. ഈ രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഈ സമയത്ത് പോകുന്നത്. അതുപോലെ വിവാഹാലോചനകൾ അല്പം ഒന്ന് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് ചിലവ് വർദ്ധിക്കാനിടയുണ്ട്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ കടത്തിലേക്ക് പോകാം. ബന്ധുക്കളുമായി സംഗമത്തിന് സാധ്യതയുണ്ട്. ബന്ധുക്കളോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ അല്ലെങ്കിൽ ബന്ധുക്കളോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ ഒക്കെയുള്ള യോഗം ഈ സമയത്തുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി,
അതായത് ബന്ധുക്കളുടെ ഇടയ്ക്ക് പോലും നമുക്ക് പലപ്പോഴും നമ്മുടെ ആശയങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതെ വരും. അന്നേരമാണ് നമുക്ക് തോന്നുന്നത്, അയ്യോ പരിഹാസ്യരാകുവാണോ, നമ്മളീ പറഞ്ഞ ഒന്നും അവരിലേക്ക് എത്തുന്നില്ലല്ലോ, നമ്മൾ നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച് പറയുന്ന പോലെ അവർ ചിരിച്ചു തള്ളുന്ന ഒരു അവസ്ഥ അനുഭവപ്പെട്ടേക്കാം. അതാണ് ഈ ബുധൻ നീചത്തിൽ പോകുമ്പം, 5-ാം ഭാവത്തിൽ നീചത്തിൽ പോകുമ്പം ഉണ്ടാകാനിടയുള്ള അനുഭവം വൃശ്ചികക്കൂറുകാർക്ക്. പിന്നെ കരാർ ജോലികളിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് പൈസയൊക്കെ കൃത്യമായിട്ട് രേഖകൾ സൂക്ഷിച്ച് വേണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപാട് നടത്താൻ. അതുപോലെ നമ്മളൊരു കരാർ പണി ആർക്കെങ്കിലും കൊടുക്കുമ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആ കരാറുകളിൽ കബളിപ്പിക്കൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ പരസ്പര ബന്ധമുണ്ടല്ലോ, ആളുകൾ തമ്മിലുള്ള പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു വിശ്വാസത്തിലാണല്ലോ സാധാരണയായിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജോലിയിലാണെങ്കിലും പ്രവൃത്തികളിലാണെങ്കിലും എന്ത് പണിയാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എല്ലാം ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസത്തിലുണ്ടാകുന്ന ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആശയങ്ങൾ കൈമാറാൻ പറ്റാതെ വരുന്ന അവസ്ഥ, അതാണ് വൃശ്ചികക്കൂറുകാർക്ക് വിഷമം ഉണ്ടാക്കുന്നത്. മറ്റ് രീതിയിൽ ശുക്രൻ്റെ സ്ഥാനം കൊണ്ടും വ്യാഴത്തിൻ്റെ സ്ഥാനം കൊണ്ടുമൊക്കെ വലിയ ദോഷമില്ലാതെയൊക്കെ പോകാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. കാരണം ആദ്യ സമയത്ത് ഈ പറഞ്ഞ ശനി മാറുന്നുണ്ടല്ലോ, ശനി 4-ൽ നിന്ന് 5-ലേക്കാണ് പോകുന്നതെങ്കിലും കണ്ടകശനി മാറുന്നതിൻ്റെ ഗുണമൊക്കെ വൃശ്ചികക്കൂറുകാർക്ക് വേറെ വരുന്നുണ്ട്. അതുപോലെ 5-ൽ ശുക്രൻ നിൽക്കുന്നതിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ രാഹു 4-ലേക്ക് വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അങ്ങനെ നമ്മൾ വിശദമായിട്ട് പല വീഡിയോയിലായിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നതെങ്കിലും ഈ ബുധൻ്റെ സ്ഥാനം കൊണ്ട്, അല്ലെങ്കിൽ ബുധൻ്റെ നീചാവസ്ഥ 5-ൽ വരുന്നത് കൊണ്ട് വൃശ്ചികക്കൂറുകാർക്കുണ്ടാകുന്ന ഫലമാണ് പ്രത്യേകമായിട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഏത് കാര്യം സംസാരിക്കുമ്പോഴും സൂക്ഷിക്കുക, നല്ല ഉദ്ദേശത്തോടെ മാത്രം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ധനപരമായ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ എടുക്കുക. ഇതാണ് ഈ സമയത്ത് പറയാനുള്ളത്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ ബുധന് പ്രയാസം വരുമ്പം, നമുക്ക് ബുധൻ്റെ നീചസ്ഥിതി കൊണ്ട് പ്രയാസം വരുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് നെയ്വിളക്ക് കഴിപ്പിക്കുക, വെണ്ണ നേദിക്കുക, ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുക, മുക്കുറ്റി പുഷ്പാഞ്ജലിയൊക്കെ സമർപ്പിക്കുക. ഈ ജോലിക്കൊക്കെ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഗണപതി ഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഈ സമയത്തൊന്ന് പ്രാർത്ഥിക്കുന്നത് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കൊക്കെ നന്നായിരിക്കും. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതും നല്ലതാണ്. നമ്മളെ കഴിയുന്ന നമ്മുടെ സാമ്പത്തികം അനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ മതി. വലിയ ചിലവില്ലാത്ത വഴിപാടുകളൊക്കെ ചെയ്താൽ മതി. മനസ്സ് അവിടെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.